ചന്ദ്രിക ദിനപത്രത്തിന്റെ ജില്ലയിലെ ക്യാമ്പയിന്റെ ഉദ്ഘാടനം ജി സുധാകരന്റെ പിന്മാറ്റത്തോടെ മാറ്റിവെച്ചു. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്യാമ്പയിന്റെ ഉദ്ഘാടനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ജി സുധാകരൻ ആവശ്യപ്പെടുകയായിരുന്നു എന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം നസീർ പറഞ്ഞു. വിവാദങ്ങളിലേക്ക് പോകാൻ തങ്ങൾക്കും താൽപ്പര്യമില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വവും വ്യക്തമാക്കി. ചന്ദ്രിക ദിനപത്രത്തിന്റെ നവതി ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിൻ അതിന്റെ നിയോജകമണ്ഡലം തല ഉദ്ഘാടനം ബഹുമാനനായ മുൻ മന്ത്രി ശ്രീ ജി സുധാകരൻ അവരെ കൊണ്ട് നിർവഹിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. സ്വാഭാവികമായും ഇപ്പോഴത്തെ സമകാലീന സംഭവവികാസങ്ങൾ സുധാകരൻ സാറിനെ കൂടുതൽ ശ്രദ്ധേയനാക്കുക. അപ്പോൾ അതും ഈ ചന്ദ്രികയുടെ വരവും കൂടി കൂട്ടിക്കുഴക്കുമോ എന്നൊരു ആശങ്ക അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ചുറ്റുപാടിൽ സ്വാഭാവികമായും ഒരു വിവാദത്തിന് നിൽക്കണ്ട എന്ന പുള്ളിയുടെ സൗദ്ദേശം കൊണ്ടാണ് പുള്ളി നല്ല നിലയിൽ നമ്മളോട് ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു. അക്കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരുമാണ്. എത്തുന്നതിന് തൊട്ട് മുമ്പ് അറിയിച്ചു. പിന്നെ എന്താണ് നേരിട്ട് കാര്യങ്ങൾ തിരക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. അക്കാര്യത്തിൽ അദ്ദേഹത്തെ ഒരു വിവാദത്തിൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ആരെയും ഒരു പ്രതിസന്ധിയിലാക്കാൻ ഞങ്ങളുടെ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല, ചന്ദ്രിക ദിനപത്രം ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. കൂടുതൽ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും മനീഷ് ഐഷ മാത്യു ആണ് ചേരുന്നത്. മനീഷ്, ജി സുധാകരനെ കൂടുതൽ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാൻ താല്പര്യമില്ല എന്നാണ് ഇപ്പോൾ ചന്ദ്രികയുടെ നേതൃത്വം പറയുന്നത്. എന്തായാലും ജി സുധാകരന് ഇക്കാര്യത്തിൽ ആശങ്കയുണ്ട് എന്നത് വ്യക്തമാണ്. വിവരങ്ങൾ നൽകാം. സ്വാതി, തീർച്ചയായും കഴിഞ്ഞ ദിവസം ആണ് ഈ ഒരു ചന്ദ്രികയുടെ അമ്പലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാമെന്നുള്ള കാര്യം ജി സുധാകരൻ സമ്മതിക്കുന്നത്. അതിന് പ്രകാരം ഇന്നത്തെ ദിവസം നിശ്ചയിക്കുകയും ഇന്ന് രാവിലെ 8:30 തന്നെ പരിപാടി നടത്തുമെന്ന കാര്യം സംഘാടകർ അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പങ്കെടുക്കുമെന്നുള്ള കാര്യം ജി സുധാകരൻ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ, അതായത് 8 മണിക്ക് ശേഷം തന്നെ മാധ്യമപ്രവർത്തകരെല്ലാം ജി സുധാകരൻ്റെ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്നു. ഇത് കണ്ടതോടുകൂടിയാണ് അദ്ദേഹം ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. അദ്ദേഹം എം നസീർ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള മുസ്ലിം ലീഗിലെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അദ്ദേഹത്തെ വിളിച്ച് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള കാര്യം അറിയിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ എവിടെയും ജി സുധാകരന് ക്ഷണമുണ്ടായിരുന്നില്ല. പൊതുപരിപാടി നടന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നടന്നു പോകാവുന്ന മാത്രം ദൂരമുള്ള സ്ഥലത്തായിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ക്ഷണമുണ്ടാവായിരുന്നത് വലിയ ചർച്ചയായിരുന്നു. അതുപോലെ അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഏതാനും നാളുകളായി ജി സുധാകരൻ പാർട്ടി നേതൃത്വത്തെ വിമർശിക്കുന്നതും 28 വർഷം മുമ്പ് നടന്ന ടി ജെ ആഞ്ചലോസ്, നിലവിലെ CPIയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ടി ജെ ആഞ്ചലോസിനെ പുറത്താക്കിയതുപോലും ഒരു കള്ള റിപ്പോർട്ടിൽ കൂടെയാണ് എന്നുള്ള കാര്യമടക്കം അദ്ദേഹം നേതൃത്വത്തിനെതിരെ പറയുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ജി സുധാകരനും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വം തമ്മിലുള്ളൊരു വിഭാഗീയത തുടരുന്ന തരത്തിലേക്ക് ചർച്ചകൾ പുരോഗമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ തനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് പിന്മാറുകയാണ് എന്നാണ് ഇവരെ അറിയിച്ചത്. അതും രാവിലെയാണ് അറിയിക്കുന്നത്. മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ അവിടെ എത്തിയതിനു ശേഷം ഇത് കണ്ടതോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വിവാദത്തിലേക്ക് കടക്കുന്നില്ല എന്ന് പറയുന്നത്. ഇതിൽ ജി സുധാകരൻ്റെ നിലപാടെന്ന് പറയുന്നത്, താൻ ഇതിനു മുമ്പും ഈ ചന്ദ്രികയുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ചന്ദ്രികയുടെ ജില്ലാതല ക്യാമ്പയിൻ ഉദ്ഘാടനം താൻ കഴിഞ്ഞ വർഷങ്ങളിൽ നിർവഹിച്ചിട്ടുള്ള ആളാണ്. അന്നൊന്നും ഇല്ലാത്ത പ്രാധാന്യം ഇന്നൊരു നിയോജക മണ്ഡലത്തിൻ്റെ അതായത് ക്യാമ്പയിൻ ഉദ്ഘാടനം മാത്രം, ഇതൊരു നിയോജക മണ്ഡലത്തിൻ്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം മാത്രമാണ്. അതിൽ ഉണ്ടാകുന്നത് ഒരു സ്ഥാപിത ലക്ഷ്യങ്ങളുടെ ഭാഗമാണ്. ചിലർ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള ആളുകളുടെ ശ്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ തനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഈ ഒരു പരിപാടി തൽക്കാലം വേണ്ട എന്നുള്ളതാണ് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചത്, മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തെ അറിയിച്ചത്. അതോടെ തന്നെ അവരും ഈ പരിപാടിയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. സ്വാതി. ശരി മനീഷ്.